ഇന്ന് രാവിലെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ അപ്പുക്കുട്ടന്റെ പരിപാടിക്ക് വരണമെന്നുള്ളത്. എനിക്ക് എന്ത് മാത്രം വിഷമമായിട്ടുണ്ടെന്ന് അറിയാം അപ്പുക്കുട്ടന്റെ പരിപാടിക്ക് വരാൻ പറ്റാത്തതിൽ. അതിങ്ങനെയായി. പക്ഷെ ഇതിപ്പോ ഇന്റർവ്യൂവിനിടയിൽ എന്തിനാ സ്റ്റെഫി ഇങ്ങനെ ഇത് ചീത്ത പറയണേ? ഇതൊന്ന് കഴിയട്ടെ, കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് എന്റെ കാലിലെ കാണാ പാദസരം നീയല്ലേ, എന്റെ കാലിലെ കാണാ കൺമണി നീ, ആർക്കറിയാം കൺമണി നീയല്ലേ. അയ്യോ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഏത് ടെലിവിഷൻ സീരിയലാണ് ലിയോണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? സ്റ്റെഫി ലിയോൺ എന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ്. അല്ല, സണ്ണി ലിയോണ്ട് ആരാന്ന് ചോദിക്കാറുണ്ട്. എന്നോട് അങ്ങനെയും ചോദിക്കുക. സണ്ണി ലിയോണ്ട് ആരാന്ന് എനിക്ക് ഏറ്റവും മോശപ്പെട്ട ആളെ ഇഷ്ടം. ഒരു അലമ്പനായിരിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ ഈ മറ്റേ ഇതില്ലേ ഒരു അലമ്പ് ലുക്ക് തോന്നണം. അപ്പൊ സ്വയം അങ്ങനെ വിചാരിക്കാണ് ലിയോണെ കണ്ട ഒരു അല്ല അങ്ങനെ പറഞ്ഞു എന്നിട്ട് മറ്റേ കഞ്ചാവ് അടിച്ച് നടക്കുന്നല്ലേ പറഞ്ഞ്. ലിയോ ചാനൽ ഞാൻ കണ്ടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓപ്പൺ ആണ്. പിന്നെ ഞാൻ ഒരു കാര്യം എടി ഞാൻ എന്നെ ചെയ്യുന്നുണ്ടെന്ന് പറയും. ആ ഓപ്പൺ ആയിട്ട് പറയുന്നത് തന്നെ ഒരു വലിയൊരു പ്ലസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വഴക്കുണ്ടാക്കി കേട്ടോ. വഴക്കുണ്ടാക്കുന്നത് ദേഷ്യപ്പെട്ടു ഞാൻ എന്ത് ചെയ്തു, കാറിൽ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ മനസ്സിലായി ആൾക്ക് എന്നെക്കാളും മുന്നേ ലൈസൻസ് ഉണ്ട്, പക്ഷെ ഒന്നും ഓടിക്കാൻ അറിയില്ല. ഓടിക്കറിയാൻ പാടില്ല. പിന്നെ അങ്ങ് പോക്കോ, ഞാൻ പിന്നെ അന്തം വിട്ടിരിക്കുക ലെഫ്റ്റ് സൈഡിൽ ഞാൻ വരാൻ വേണ്ടി കോംപ്രമൈസ്. ഞാൻ കുറെ കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചിരിച്ചു ഒന്ന് വണ്ടി പോയി. എനിക്ക് പാട്ടറിയാത്തോണ്ട് എന്താ എന്ത് പാടുന്നതിന് പഠിക്കോ? പഠിക്കോ? നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. നമസ്കാരം. ഓണമേളം 2024ലേക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് സുന്ദരി നീയും സുന്ദരൻ ഞാനും, സെലിബ്രേറ്റഡ് ബൈ ഹാർവിയോറ. ഇന്ന് നമ്മുടെ ഈ ഓണമേളത്തിലെ സുന്ദരിയും സുന്ദരനും ദേ നിങ്ങൾ നേരിട്ട് കണ്ടോളൂ, സ്റ്റെഫിൻ ലിയോണുമാണ്. നമ്മൾ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ഡ്രസ്സാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഞാൻ ഓണമേളം എന്നൊക്കെ പറഞ്ഞ് ട്രഡീഷണൽ സാരി ഉടുത്ത് ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് നിങ്ങൾ രണ്ട് നല്ല ബ്ലാക്ക് ഹാറ്റ്സ് ഫുൾ ലിപ്പിൽ നമുക്കത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓണം ആക്കി. നിങ്ങൾ എപ്പോ ഡ്രസ് ചെയ്താലും ഇങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല, മാച്ചിങ് പോലെയാണോ? ഇല്ല, കാരണം ഇത് ബൈ ചാൻസ് സംഭവിച്ചതാ. ആണോ? ബൈ ചാൻസിലാണ് ഇങ്ങനെ ഒരു കാരണം ഇന്നിപ്പോ അതേപോലെ രാവിലെ എഴുന്നേറ്റ് നമ്മളിപ്പോ ഇതിന് പോരണല്ലോ ഷൂട്ടിന്. എന്തായാലും വരുമ്പോ ഞാൻ ചോദിച്ചു ഇപ്പൊ ഏതാ ഡ്രസ്സ് ഇടുന്നത്, ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. അപ്പം ആള് പറഞ്ഞു വന്ന ഒരു കാര്യം ഞാനിത് ഇട്ടോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ തപ്പി എനിക്കും ഉണ്ട് ബ്ലാക്ക്, അങ്ങനെ ഇട്ടിട്ട് പോകുന്ന. അല്ലാണ്ട് ഇതിനകത്ത് ഒരു ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, പൊതുവെ നിങ്ങൾ ഒരു ഫംഗ്ഷന് പോയാലോ അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ചിലരുണ്ടല്ലോ നമ്മുടെ സാരി എന്താണോ ആ കളറിൽ തന്നെ ആയിരിക്കും ഹസ്ബൻഡ് ഷർട്ട് ഇടുക. അങ്ങനെ ഒന്നുമില്ല. ഇല്ല അല്ലേ? ഒരുപാട് നമ്മൾ ഫോക്കസ് ചെയ്യും ആൾക്കാർ. ഇപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പം ചെസ് ബോർഡ് ഫീൽ ചെയ്യണില്ലേ, നമ്മൾ എടുത്ത് നിൽക്കും. എപ്പോഴും അങ്ങനെയൊന്നും ഇല്ല. എന്നാൽ ചില സമയങ്ങളിൽ ബൈ ചാൻസ് ഇപ്പം ചിലപ്പോൾ ഞാൻ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ചില ഫംഗ്ഷൻ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ വിളിച്ചു പറയും, വരാൻ പറയും. ഞാൻ എന്താ ഇട്ടേക്കുന്ന ആൾക്കറിയത്തില്ല, പക്ഷെ വരുമ്പോൾ ചിലപ്പം പക്കായിട്ട് മാച്ച് ആവാറുണ്ട്. അത് അങ്ങനെ പറയാൻ കാരണം വേറെ എന്തെങ്കിലും പോയിട്ടുള്ളതായിരിക്കും കേട്ടോ. എന്തെങ്കിലും ഷൂട്ടിന് സംബന്ധമായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോ എന്നോട് പറയും ലൊക്കേഷനിലോട്ട് വാ, നീ വാ, നമുക്ക് അങ്ങനെ പോകുമ്പോ സെയിം വരാൻ പറയല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചില സംഭവിച്ചിട്ടുണ്ട്. മനപ്പുറത്താണ്. അങ്ങനെ ഇവിടെ മനപ്പുറത്തെ റൗണ്ട് ഒന്ന് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ ഈ പറഞ്ഞതിനകത്ത് എത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. കേട്ടല്ലോ, കണക്ഷൻ ഉണ്ടെന്നുള്ളത്. നിങ്ങൾ ഇവിടുന്ന് ജയിച്ച് ഗപ്പും കൊണ്ട് പോവോ അതോ ഞങ്ങൾ തരുന്ന പനിഷ്മെന്റ് ടാസ്ക് അടിച്ച് ഞാൻ പറഞ്ഞത് വെറുതെ ആയിരുന്നു പറയുമെന്ന് നോക്കട്ടെ. ഇവിടെ പോയപ്പോഴേ മുമ്പ് ഒരു ചാനലില് ഇങ്ങനെ പോയിട്ട് സംസാരിച്ചപ്പോ മനപ്പുറത്തിന് റൗണ്ട് ഉണ്ടായിരുന്നു, നമ്മുടെ അമൃത ടിവിയില് സ്വാസികയുടെ പ്രോഗ്രാം. അപ്പൊ അതിൽ പറഞ്ഞ പോലെ ഒരു 3 ടാസ്ക് ഉണ്ട്, ഒന്നിനും ജയിച്ചില്ല. ഒന്നും ജയിച്ചില്ല. അപ്പൊ സ്വാസിക പറഞ്ഞിട്ട് അയ്യോ അങ്ങനെയാണ്, ഇത് പോവും താഴെ പോവും. പക്ഷെ ലാസ്റ്റ് ഒറ്റ സ്ഥാനത്തില് ഓക്കെ സ്ട്രോങ് ആയിരുന്നു. ലാസ്റ്റ് അങ്ങനെ ആയിരുന്നു എല്ലാം. ഞാൻ ജയിച്ചു, ആള് വന്നില്ല. ലാസ്റ്റ് എത്തിയപ്പം ഒരെണ്ണത്തില് അപ്പൊ അവളും പറഞ്ഞു ഓ കൊള്ളാലോ ലിയോ ചേട്ടാ, അവസാന റൗണ്ടിൽ അങ്ങ് കലക്ട് ചെയ്ത് പറഞ്ഞു. ഇപ്പം സ്റ്റെഫി നായികയായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് മഴവിൽ മനോരമയ്ക്ക് ഇത്രയും നല്ലതെന്നൊക്കെയാണല്ലോ പറയുന്നത്. ആണോ? നല്ല രീതിയിൽ സീരിയലിൽ പോകുന്നത് സ്റ്റെഫി ആയിരുന്നു ഞങ്ങളുടെ സീരിയലിന്റെ ആദ്യ നായിക. ആ ഒരു ഐശ്വര്യമാണ് ഇന്നും മഴവിൽ മനോരമയിലെ സീരിയൽ എല്ലാം നല്ല രീതിയിൽ. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ വിളിച്ചോടി.
ഞാനല്ല മഴവിൽ മനോരമയിൽ പിന്നെ ഒരു സീരിയൽ ചെയ്തു, വിവാഹിത സീരിയൽ ചെയ്തു. ഓ അതിലും ചെയ്തത് രണ്ട് സീരിയൽ മഴവിൽ മനോരമ ചെയ്തു. പിന്നെ മനോരമയിൽ ഏതോ ഒരു പ്രോഗ്രാമിന് ആങ്കർ ചെയ്തു. ആങ്കർ ചെയ്തു, തകർപ്പം ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു പ്രോഗ്രാം. അതുപോലെ പിന്നെ സൂര്യ ടിവിയില് ഇപ്പം 3ാമത്തെ സീരിയലായത് ഫ്ലവേഴ്സിൽ അരയന്നങ്ങളുടെ വീട്. അപ്പൊ പിന്നിപ്പോ എന്താ പിന്നീട് വേറെ ഷോസ് ഒന്നും പിന്നെ ആങ്കർ ചെയ്യോ കമ്പയറിങ് അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നത്? സീരിയൽ മാത്രമായിട്ട് പിന്നീട് മുന്നോട്ട് പോണത് എന്തുകൊണ്ടാണ്? വിളിച്ചില്ല. അപ്പോൾ വരാൻ ബില്ലിംഗ് ആണ് പ്രൊഡ്യൂസർ, നമുക്ക് പുതിയൊരു ആങ്കറിനെ കിട്ടിയിരിക്കുകയാണ്, ബില്ലിംഗ് ആണ്. അപ്പോൾ മഴൽ മനോരമയിൽ പയറ്റി തെളിച്ച് പോകുമ്പോ ആങ്കറിന് പോകുമ്പോ രാവിലെ അത് വേറെ രസോട്ടോ. ജോസ്മോൻ എഴുത്താ എന്നെ ജോസ്മോൻ വിളിക്കട്ടോ. ജോസ്മോനോ? അതിപ്പോഴും ഞാൻ വിചാരിച്ച കഥാപാത്രത്തിന്റെ സംഭവം ഞങ്ങൾ ക്രിസ്ത്യൻസ് ആയിട്ട് പള്ളിയിൽ ഒരു പേരിടുമല്ലോ. അപ്പൊ എന്റെ പേര് ജോസഫ് എന്നാണ്. ജോസഫ്. അപ്പൊ പുള്ളിക്കാരി എന്നെ ജോസ് മോൻ എന്ന് വിളിക്കും. അങ്ങനെ അല്ല സണ്ണി ലിയോണ്ട് ആരാന്ന് ചോദിക്കാറുണ്ട്. എന്നോട് അങ്ങനെയും ചോദിക്കുക, സണ്ണി ലിയോണ്ട് ആരാന്ന്. സ്റ്റെഫി ലിയോൺ, ജോസ്മോൻ എന്ന് വിളിക്കും. അപ്പൊ ഞാൻ പുള്ളിക്കാരെ ജോസ്മോളെ എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ ജോസ്മോൻ 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 പറഞ്ഞോണ്ട് അവസാനം ഇതിങ്ങനെ ചുരുങ്ങി ദുഷ്മൻ എന്നൊക്കെയാണ് ആൾക്കാർക്ക് തിരിയുന്നത്. അപ്പൊ അങ്ങനെയാണ് വിളിക്കുന്നത്. പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ട് ഒരു ഷോ മറ്റേ തായ്ലൻഡിൽ നടക്കുന്നു, അതിനകത്ത് GP ആണ് ആങ്കർ ചെയ്യുന്നത്. ഞാനുണ്ട് അവിടെ. അപ്പൊ ആ സമയത്ത് പാമ്പിന്റെ കൂട്ടിനകത്തേക്ക് പുള്ളിക്കാരി ചാടുകയാണ്. പാമ്പിന്റെ കൂട്ടം. അപ്പൊ പാമ്പിനെ പേടിയില്ല, പക്ഷെ വെള്ളത്തിനെ പേടിയാണ്. പാമ്പ് പേടിയില്ല, പാമ്പ് വെള്ളം. അപ്പം ഒരു ട്യൂബാണ്, ആ ട്യൂബിനകത്തേക്ക് കുറെ പാമ്പുകളിനെ കെട്ടിപ്പോണം കിടക്കാണ്. അപ്പൊ അതിനകത്തേക്ക് രണ്ടൊന്നും ഒരു ഇരുമ്പിന്റെ ബോൾസ് ഉണ്ട്. ഒരു 3 മിനിറ്റ് കൊണ്ട് ചാടി ഇറങ്ങി എടുക്കണം. ഒന്നും ചെയ്യും, പാമ്പ് ഒന്നും ചെയ്യില്ല. മഞ്ഞ കളറുള്ള പാമ്പാണ്, പക്ഷെ പാമ്പാണ് കണ്ടാൽ പെടും. അപ്പൊ 1.5 മിനിറ്റ് പുള്ളിക്കാരി കരയിലിരുന്നെങ്കിൽ അല്ലാന്ന് കൊച്ചിട്ട് വെള്ളത്തിൽ കാലിന്റെ കെട്ടടിച്ച് കളിച്ചു. ഇനിയുള്ള 1.5 മിനിറ്റ് ആണ് ടൈം കളയുന്നതാണ്, ബുദ്ധിപുറം നീങ്ങാണ്. അടുത്ത ഒരൊറ്റ ചാടിയേ പറ്റും. ഒരൊറ്റ ചാട്ടം ചാടി ജോസ്മോനെന്ന് പറഞ്ഞാണ് ഈ വെള്ളത്തിൽ ചാടുന്നത്. എന്നിട്ട് കാറി കൂപ്പി പൊങ്ങി വന്നു. ബോളൊന്നും എടുത്തില്ല സംഭവം, പക്ഷെ ആൾ ഔട്ടായിട്ടില്ല. എന്തോ ഒരു മാർക്കൊക്കെ ഉണ്ട്, എന്തോ ലെവലിൽ പോയി. അപ്പൊ ഞാൻ ജീപ്പിയോട് പറഞ്ഞിട്ട്, പൊന്നു സുഹൃത്തെ, ഇത് നാളെ ടെലികാസ്റ്റ് ആകുമ്പോ ഒന്ന് അമ്മയെന്ന് വിളിച്ച് മനുഷ്യൻ ചാടാറുണ്ട്, അല്ല ഭർത്താവിന്റെ അപ്പന്റെ മക്കളുടെ പേര് ഒരു ബന്ധുവിൽ ജോസ്മോനെ വിളിച്ചപ്പോ ഇത്ര അവസാനം GP കൊണ്ട് 2-3 എപ്പിസോഡിനുള്ളിൽ ഞാൻ പറയാൻ പറഞ്ഞു. അപ്പൊ മനസ്സിലാക്കണം, ഈ ജോസ്മോൻ പറഞ്ഞ ആള് ഇനി ആളാന്ന് പറഞ്ഞു മനസ്സിലാക്കി. വിചാരിക്കില്ല ഇത് സത്യം, ഇത് ആരാണ് വേറെ ആരെയോ ഇത് വിളിച്ച് ഇതാവണോ എന്നുള്ളൊരിത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ അഡ്വഞ്ചറസ് ഷോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ശരിക്കും പൊതുവെ എങ്ങനെയാ ലൈഫിൽ ഭയങ്കര അഡ്വഞ്ചറസ് ആണോ? വേറെ എന്തൊക്കെ ആക്ടിവിറ്റിയിലാ പോയിരിക്കുന്നതൊക്കെ? ഞാൻ NCC കേഡറ്റാണ്. അതായിരിക്കാം ഒരു പരിധി വരെ എനിക്ക് അങ്ങനെയുള്ള കുറെ അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന ഇഷ്ടം. അതിപ്പം ചാനലിലാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ലിയോണായിട്ടല്ലേ ജീവിതത്തിലേക്ക് വന്നു കയറിയത്. എന്നെ സംബന്ധിച്ച് അഡ്വഞ്ചർ ആണ്, അതും പിന്നെ അഡ്വഞ്ചർ ആണല്ലോ, സത്യം കേട്ടോ. എന്നെ സംബന്ധിച്ച് അഡ്വഞ്ചർ അതാണ് ലൈഫിലേക്ക് വന്നു. ഫ്രീ ടൈം ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അറിയോ? ലുലുമാളി പോട്ട് ഫണ്ടൂരാന്ന് പറഞ്ഞിട്ട് അവിടെ കാടൊക്കെ ഉണ്ട് സംഭവം. എനിക്ക് റീചാർജ് ചെയ്ത് തരും, അപ്പൊ ഞാൻ കയറി കളിക്കും. ഇതാണ് മെയിൻ സംഭവം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. നിങ്ങൾക്കപ്പോ അടുത്ത കാലത്തേക്കൊന്നും കുഞ്ഞുങ്ങളാവാതിരിക്കുന്നതിന് ഇത് ഈ കളി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഫണ്ടൂർ ഇപ്പൊ എത്ര 2000 രൂപ എത്ര ഉണ്ട് ഇപ്പൊ? 2500 ഞാൻ റീചാർജ് ചെയ്തോണ്ടിരിക്കും. അവിടെ പോവാ, ആ പിള്ളേർ പോകുന്ന സാധനല്ലേ, ആരെങ്കിലൊക്കെ ഞാൻ കൂട്ടും, ഞങ്ങൾ പോകും കളിക്കും. എന്റെ ഒരു പെങ്ങടെ കുട്ടിയുണ്ട്, അതുകൂടെ കുട്ടിയായിട്ട് പോണത്. അപ്പൊ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. പക്ഷെ എന്നെ സംബന്ധിച്ച് രസമായിരിക്കും, അമ്മയ്ക്കും കുട്ടികൾക്കും കൂടെ ഒരുമിച്ച് പോയി കളിക്കാം അല്ലേ, നല്ല രസമായിരിക്കും. കോഴിക്കോടുകാരി അങ്ങനെ ഇപ്പം നമ്മുടെ എറണാകുളത്ത് അങ്ങ് സെറ്റിൽ ചെയ്ത് അങ്ങനെ ജീവിച്ച് സന്തോഷമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വർക്കിന്റെ ആവശ്യത്തിന് മാത്രം തെക്കോട്ട് പോകും, അന്നേരത്തേക്കുള്ള ഒരു യാത്ര മാത്രമാണ്. ഈ പോകുമ്പൊക്കെ ലിയോണും കൂടെ ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ പോവാറുണ്ട്. അല്ലാത്ത സമയത്ത് വീട്ടില് നിങ്ങളുടെ ഇവിടെ എങ്ങനെയാ വീടാണോ ഫ്ലാറ്റാണോ? ലിയോന്റെ സ്വന്തം. അപ്പൊ വീട്ടിൽ അച്ഛൻ അമ്മ ഒക്കെ ഉണ്ട്. ഓക്കെ, പുതിയ വീടാണോ അതോ നേരത്തെ മുതലേ ഉള്ള വീടാണോ? പുതിയതായിരുന്നു, ഇപ്പം പുതിയൊരു വീട് വെച്ച് കളഞ്ഞാലോ നമുക്ക്? പുതിയൊരു വീട് വെക്കാനായിട്ട് ഞാനൊരു നല്ലൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. ബൈറ്റ് ഹോംസ് ഫോർ ഉണ്ട്. ബൈറ്റ് ഹോംസ് ഫോറിന്റെ ആണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഫുൾ ഒരു എമൗണ്ട് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവൂല്ലോ, ഏകദേശം ഒരു ബഡ്ജറ്റ്. ഫുൾ പൈസ കെട്ടണ്ട, നമ്മുടെ ബഡ്ജറ്റിന്റെ ആദ്യത്തെ പകുതി പൈസ മാത്രം നമ്മൾ ആദ്യം കെട്ടിയാൽ മതി. ബാക്കി പകുതി പൈസ 50 തവണകളായിട്ട് നമ്മൾ അടച്ചു കൊടുത്താൽ മതി. അതാണ് ഇവരുടെ ഏറ്റവും നല്ലൊരു നമുക്ക് നല്ലൊരു ഹൈലൈറ്റ് എന്ന് തോന്നുന്നത്. പിന്നെ
പിന്നെ പ്ലാൻ ഇപ്പൊ നമ്മളിത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ വേണ്ട പ്ലാനും കാര്യങ്ങളും ഒക്കെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് അത് ചെയ്തു തരും. പിന്നെ ഇതൊരു ആപ്പ് ഉണ്ടല്ലോ, ആപ്പ് ഉള്ളത് ത്രൂ നമുക്ക് ലൈവായിട്ട്, നമ്മളിപ്പോ സൈറ്റിൽ പോകണമെന്നില്ല, ലൈവായിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ക്യാമറ ത്രൂ ആപ്പിലൂടെ നമുക്ക് എല്ലാം കാണാം. അവർ നമ്മളെ ഫുൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വീടെന്ന് പറഞ്ഞൊരു സ്വപ്നം ഇനി മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൈറ്റ് ഹോംസ് ഫോർ ഓർത്തോണം. ഞാനേ സത്സന്ധമായിട്ട് കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ നമ്മള് കണ്ടപ്പം ജി പി ഇതിന്റെ പരസ്യം പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന സംഭവം ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ ഫോണില് ലാപ്പിലോ ഞാൻ സേവ് വെച്ചിട്ടുണ്ട്. കാരണം അതും പറഞ്ഞുതരാം. കാരണം എനിക്ക് കാരണം വെച്ചാൽ ഞാൻ ഒരു വീട് പണിയുന്ന ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചെറിയ വീട് നമ്മൾ അപ്പൊ ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. എന്തായാലും അത് ഞാൻ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വന്നില്ലെങ്കിലും ഞാൻ അത് ചെയ്യാൻ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇവിടെ വന്നത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ബൈറ്റ് ഹോംസിൽ വിളിക്കുക. ജി പി അല്ലേ പറഞ്ഞ സംഭവം? അതെ, അതിന്റെ പരസ്യം ജി പി ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും അത് ചെയ്തോളാം. കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉടനെ തന്നെ മനോഹരമായ വീട് വെക്കുക. എന്നിട്ട് ഞങ്ങളെ വിളിക്കുക, ഹോം ടൂർ എടുക്കാനായിട്ട്. ഞങ്ങൾ മൈൽ സ്റ്റോൺ അപ്പൊ നമുക്കുള്ള പ്രോഗ്രാമായി ഇതെല്ലാം സംഭവം. നിങ്ങളൊന്ന് വീട് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ശരി, ഇനി നമുക്ക് അടുത്ത ടാസ്കിലേക്ക് കിടക്കാം. മനപ്പുറത്തെ റൗണ്ടിലേക്ക് പോവാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ജീവിതത്തിൽ ആദ്യമായി ഒരു വഴക്കുണ്ടാക്കിയ സാഹചര്യം. ആദ്യം ഉണ്ടാക്കിയ വഴക്കിന്റെ ആണ് കേട്ടോ എഴുതണ്ടേ. പോരത് അല്ല, കൊറേ വഴക്കുണ്ടാക്കുന്ന എന്നും വഴക്കുണ്ടാക്കുന്നില്ല, ആദ്യം ഉണ്ടാക്കിയത്. പറഞ്ഞു കൊടുക്കരുത്, ക്ലൂ ഒന്നും വിടരുത്. നിങ്ങൾ അങ്ങോട്ടും വഴക്കാണ്. അതുകൊണ്ടാണ് ഈസിയായി ഭയങ്കര പൊരുത്തമായോണ്ട്, ആദ്യത്തെ വമ്പം പൊരുത്തമായോണ്ട്. ഏതാ ജോസ്മോനെ? ഞാൻ പറയത്തൊന്നുമില്ല, എനിക്ക് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കരുത്. എന്തിലാണ് ആദ്യം വഴക്കുണ്ടാക്കിയെന്നാണ് എഴുതേണ്ടത്. മനസ്സിലാവാത്തോണ്ട് അല്ല, സോറി, എന്ത് കാരണത്തിനാണ് ചോദിച്ചേക്കുന്നത്? കാരണം എന്ത് കാരണത്തിലാണ്? എന്ത് കാരണം? ഒരു ക്ലൂ കൂടെ തരുമോ? ഇല്ല, എന്തിനാ നമ്മൾ വഴക്കുണ്ടാക്കിയ പുള്ളിക്കാരി ഞാൻ എന്ത് ക്ലൂ സ്റ്റെഫി, നിങ്ങളൊരു താരം തന്നെ സ്റ്റെഫി. ഓക്കെ, എഴുതി കഴിഞ്ഞോ കുട്ടി? കോപ്പിടിക്കില്ല കേട്ടോ. എന്നതാ എഴുതുന്നേ? ആദ്യം വഴക്കുണ്ടാക്കിയത് എന്ത് കാര്യത്തില, അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന എന്ത് കാര്യം എന്നാ അത് എഴുതു. ശരിയാവോ നോക്കി കണ്ട കള്ളി. ഇല്ല, ഞാൻ നോക്കില്ല. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നോക്കി. നോക്കിക്കോട്ടെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോട്ടെ പ്ലീസ്. ഞാൻ നോക്കുമ്പോഴേ ഒരു മിനിറ്റ് പ്ലീസ്. ഈ ക്യാമറ കറക്റ്റ് ഒന്ന് സൂം ചെയ്തോട്ടെ. ഓക്കെ, ഈ കുട്ടി നോട്ടി ശരിക്കും. അതെ, എന്നിട്ടാണ് ആർക്കാ ഓർമ്മന്ന് നോക്കട്ടെ. ഭാര്യക്കാണോ ഭർത്താവിനാണോ? കറക്റ്റ്. എല്ലാം ഒന്ന് ലോങ് സെന്റൻസ് എഴുതണ്ട. അതെന്താ സംഭവം മാത്രം എഴുതിയാൽ മതി, ബാക്കി നമുക്ക് പറയാം. പുള്ളിക്കാരത്തി കഥ ഫുള്ള് എഴുതാൻ തോന്നുന്നുണ്ട്. കുത്തിട്ടു കോമയിട്ടു. എഴുതി കഴിഞ്ഞു. രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് ഇത്. നോക്കട്ടെ എന്താ സംഭവം എഴുതിയേക്കുന്നത്. ഈശ്വരി, ഇത് എങ്ങനെ വായിക്കാം? അല്ല, ഇത് വായിക്കാം. ഇത് അതാ ഞാൻ വായിച്ചുതരാം. മിസ് കേരള കോമ്പറ്റീഷൻ നടന്നപ്പോൾ ഇവിടെ എഴുതിയത് മിസ് കേരള. അതെന്താ സംഭവം? മിസ് കേരള ഞാൻ പറഞ്ഞുതരാം. ഞാനാണ് ഇത് ആപ്ലിക്കേഷൻ കൊടുത്ത ആളെ കയറ്റിയത്. ഞാൻ അറിഞ്ഞില്ല. അപ്പം വിളിച്ചു 60-65 കുട്ടികൾ ആബാദ് പാസ് വെച്ചിട്ട് ഒരു ഫസ്റ്റ് റൗണ്ടില് 22 പേരെ സെലക്ട് ചെയ്യും. അങ്ങനെ 22 പേരിൽ ആളും വന്നു. അന്ന് ആള് മാത്രമല്ല സെറ്റും കൊണ്ട് കൊടുത്ത് വന്നത്. ബാക്കി എല്ലാവരും മലേഷ്യ എന്നൊക്കെ വന്ന കുട്ടികളാണ് മിസ് കേരളയ്ക്ക് വന്നേക്കണേ. അപ്പൊ വന്നു. ഇപ്പൊ പേടിയാ. ഞാൻ സാരമില്ല, നീ ചെയ്യ, കാരണം എനിക്കൊരു ആഗ്രഹം, നീ ചെയ്യ, അങ്ങനെയൊക്കെ ഒന്ന് വാ. അങ്ങനെ വന്നു. പിന്നെ സംഭവം എന്ന് വെച്ചാൽ സീരിയസ് ആയി. 7-8 ദിവസത്തെ ഗ്രൂമിങ് എന്തൊക്കെ ഉണ്ടല്ലോ. ഇല്ലേ അല്ലേ? അപ്പൊ എന്നെ 8 ദിവസം 7 ദിവസം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആ സമയത്ത് കുറെ ഡ്രസ്സും കുറെ സംഭവം ലിസ്റ്റ് കൊടുക്കും, സദ്യ കൊടുക്കുന്ന പോലെ. അപ്പൊ ഇതെല്ലാം ഒന്നും ആളുടെ ഉണ്ടാവണല്ലോ, കുറെ ഐറ്റംസ്. അപ്പൊ എന്റെ ഇതൊക്കെ അതെല്ലാം കിടന്ന് ഞാൻ ആളെ മേടിക്കുന്നെങ്കിൽ ഞാനും കൂടെ ഉണ്ട്. അമ്മ അന്ന് കല്യാണം കഴിഞ്ഞില്ല, അമ്മ എന്നെ ഏൽപ്പിച്ച വിട്ടേക്കണം. അപ്പൊ എല്ലാം മാർക്കറ്റിൽ കൂടെ നടന്നപ്പോഴത്തേന് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചർച്ച വരും സ്വാഭാവികമായിട്ടും. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ എന്താണ് ഏറ്റവും നല്ല എടുക്കണം. എന്റെ ആഗ്രഹം അതാണ് ഏറ്റവും നല്ലത്. അതിനകത്ത് എത്ര പാളങ്ങാൻ ആൾ കുറെ സംഭവമൊക്കെ ഇങ്ങനെ നോക്കും, അങ്ങനല്ല. ഇപ്പൊ ഒരു ഡമ്മിയിൽ കിടക്കുന്ന നല്ലൊരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് എന്നുള്ളതല്ല ചിന്തിക്കണം. അത് ഓക്കെ, നീ ഇട്ട ഓക്കെ ആണ്, എന്നാ അതെടുത്തോ. നമ്മളെ എമൗണ്ട് ഉണ്ടാവാറില്ല, എങ്കിൽ കൂടി ഞാൻ അത് ചിന്തിക്കുന്നില്ല. ഞാൻ എന്താ അതിന് അടിയുണ്ട്. അത് സ്റ്റിൽ ഇപ്പൊ വരെ ഞാൻ അങ്ങനെയുള്ളതിന് മിസ് കേരള പങ്കെടുക്കുമ്പോൾ
അത് നോക്കേണ്ട ആവശ്യം കേറിക്കോ ആള് ജയിച്ചു പറഞ്ഞു എന്റെ വിഷയം അതേ ഉള്ളൂ. അപ്പൊ അന്ന് ഞാൻ കാരണത്തിൽ അല്ലേ നമ്മുടെ കാറിൽ വെച്ചിട്ട് അതെല്ലാത്തിനും അങ്ങനെ എനിക്ക് പോസിറ്റീവായിട്ട് തരാം. കാരണം ഇപ്പൊ സീരിയൽ ചെയ്യുകയാണെങ്കിൽ നീ ഏറ്റവും ടോപ്പിൽ അഭിനയിക്കണം, നീ ഏറ്റവും കൂടുതൽ എടുക്കണം, നീ അങ്ങനെ പ്ലസ് ആണ് പറയുന്നത്. പക്ഷെ അതിന്റെ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് ചിന്തിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി കാരണത്തിൽ വഴക്കുണ്ടാക്കി കേട്ടോ. വഴക്കുണ്ടാക്കുന്നത് ദേഷ്യപ്പെട്ടു ഞാൻ എന്ത് ചെയ്തു, കാറിൽ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ മനസ്സിലായി ആൾക്ക് എന്നെക്കാളും മുന്നേ ലൈസൻസ് ഉണ്ട്, പക്ഷെ ഒന്നും ഓടിക്കാൻ അറിയില്ല. ഓടിക്കറിയാൻ പാടില്ല. പിന്നെ അങ്ങ് പോക്കോ ഞാൻ പിന്നെ അന്തം വിട്ടിരിക്കുക ലെഫ്റ്റ് സൈഡിൽ ഞാൻ വരാൻ വേണ്ടിയിട്ട് കോംപ്രമൈസ്. ഞാൻ കുറെ കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ച് തിരിച്ചൊന്ന് വണ്ടി പോയി. അന്ന് എനിക്ക് ലൈസൻസ് ഇല്ല, എന്നെക്കാളും കറക്റ്റ് 18 കഴിഞ്ഞ പിറ്റേന്ന് ആള് ലൈസൻസ് എടുത്തു എച്ചെടുക്കാൻ മാത്രം പഠിച്ചിട്ട് എന്റെ പപ്പ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് ഒക്കെ ആവശ്യമാണല്ലോ, അപ്പം നീ എന്ത് ചെയ്യണം. അപ്പൊ എന്നെ 17 വയസ്സിൽ ഞാൻ പഠിക്കുന്ന ടൈമിൽ തന്നെ എന്നെ എന്ത് ചെയ്തു, ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ടു, എല്ലാം ലേണേഴ്സ് അതൊക്കെ ഞാൻ പഠിച്ചെല്ലാം സെറ്റായി. 18 വയസ്സ് ഷാർപ്പായപ്പോ ലൈസൻസ് എടുത്തു. പക്ഷെ പിന്നെ ഓടിക്കാൻ എന്നോട് പപ്പ പറഞ്ഞില്ല, ഓടിച്ചില്ല. സത്യം. നിങ്ങളുടെ പൊതുവെ ലൈഫില് സ്റ്റെഫി ആണോ ലിയോൺ ആണോ കൂടുതലും എല്ലാ കാര്യത്തിലും പെട്ടെന്ന് വഴക്കുണ്ടാക്കുന്നതും അല്ലെ കോംപ്രമൈസ് ചെയ്യണതും? ഇതൊക്കെ ആരാ? കോംപ്രമൈസിങ് ലിയോൺ ആണ്, വഴക്കുണ്ടാക്കുന്നത് സ്റ്റെഫിയാണ്. മനസ്സിലായി കുട്ടി? അല്ല, ആൾ എന്നോട് വഴക്കൊന്നും ഉണ്ടാക്കാറില്ല, എന്നെ കുഞ്ഞിനെ പോലെയാ നോക്കുന്നത്. അത് എനിക്ക് ഒരു കുഴപ്പമില്ല. ഫ്ലാറ്റായി. ഓക്കെ, ശരി. രണ്ടാമത്തെ ചോദ്യം, സ്റ്റെഫി അഭിനയിച്ച ഏത് ടെലിവിഷൻ സീരിയലാണ് ലിയോണിന് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? അയ്യോ, ലിയോൺ മറച്ചു വെച്ചെഴുതിക്ക്. സ്റ്റെഫി കണ്ണുകൾ അല്ലല്ല, ഞാൻ വായിക്കാൻ തരാം. ഞാൻ കണ്ണുകൾ നോക്കട്ടെ. വേണ്ട, ഞാൻ മറച്ചു നോക്കി, നമുക്ക് നോക്കാലോ. ലിയോൺ ഇങ്ങനെ ഇരുന്ന് സ്റ്റെഫി ഭയങ്കര കോപ്പിയടിയാ. അയ്യോ, അത് ഏത് സീരിയലാ? ഏത് ടെലിവിഷൻ സീരിയലാണ് ലിയോണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? ഞാൻ കാണിച്ചിട്ടില്ല. രണ്ടുപേരും കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ഗസ് ചെയ്യട്ടെ, അതാണോ എന്ന് നോക്കട്ടെ. മാഡം എഴുതി കഴിഞ്ഞു. ഇഷ്ടമാണോ? ഇഷ്ടം അല്ല, കഷ്ടം അല്ല. അന്ന് നോക്കട്ടെ ഏതാന്ന്. ഞാന് ആദ്യത്തേത് നോക്കിട്ട് എഴുതി. ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. അതാണ്. അപ്പൊ അഗ്നിപുത്രിയാണ് ഇഷ്ടം. അഗ്നിപുത്രി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീരിയൽ. കാരണം അതെന്തുകൊണ്ടാ? ബേസിക്കലി സംഭവം എന്താ വെച്ചാല് ആള് ചെയ്തതിന്റെ മാത്രമല്ല അതിന്റെ സബ്ജക്ട് സാധാരണ സീരിയലും ഡിഫറെന്റ് ആയിരുന്നു. ഗർഭവും അഭിഹിതവും ഒന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല രസമായിട്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. അത് ശരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 250-300 എപ്പിസോഡ് തീർന്നത്. കാരണം അത് ആ സീരിയലില് കുട്ടികളും അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ആൺകുട്ടികളൊക്കെ അവരൊക്കെ കാണുമായിരുന്നു. മറ്റേ ലേഡീസ് മാത്രമല്ല, അമ്മമാരാണല്ലോ. പക്ഷെ ഇത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും അത് കാണുവാനാണ് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട്. ഓരോ എപ്പിസോഡും വളരെ രസമായിട്ട് ഒരു കുറ്റാന്വേഷണ കഥയും ഒക്കെയാണ് പോയത്. സ്റ്റെഫിക്ക് അടുത്ത ബിഗ് ബോസിൽ നിന്നും ഒരു കോൾ വരുന്നു. ആ സമയം സ്റ്റെഫിയുടെ ഷെഡ്യൂൾ ഫ്രീ ആണ്. അപ്പോൾ സ്റ്റെഫി ബിഗ് ബോസിൽ പോകുമോ അതോ ഇല്ലയോ? നോക്കല്ലേ, ഞാനിവിടെ സ്റ്റെഫിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നത്. സ്റ്റെഫി ആദ്യം കാണിച്ചേ, എഴുതിയത് നോക്കട്ടെ. എന്താ എഴുതിയേക്കുന്നത്? വിടാഴിയല്ല, കാരണം ഓൾറെഡി ബിഗ് ബോസിന് പിന്നിൽ നമ്മളുണ്ട്, പിന്നാമ്പുറങ്ങളിൽ. പല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിളിച്ചാല് കഴിഞ്ഞ 2-3 സീസണും സ്റ്റെഫിനെ വിളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 3 സീസൺ വിളിച്ചിട്ടുണ്ട്. സ്റ്റെഫിക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ല. അതെന്താ? അത് അതിനുള്ള ടൈം ആയിട്ടില്ല. എന്നാലും ഇല്ല, ഒന്നുകൂടി ഇരുന്ന് പഠിക്കട്ടെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നോ. ഒരു പക്ഷേ ഈ മൈൽ സ്റ്റോണിന്റെ ഫസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാം. സ്റ്റെഫി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ 2 കാര്യം നടക്കുന്നു. പ്രവചനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ക്യാരക്ടർ അറിയാവുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് എലിമിനേഷനിൽ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ 100 ഡേയ്സ് നിന്ന് വരും. പക്ഷെ അതിനകത്ത് എനിക്ക് നല്ലൊരു ഉറപ്പ് തോന്നുന്ന സംഭവം, ആൾ ഈ കാണിക്കുന്ന കോമഡിയും അല്ലെങ്കിൽ തമാശയ്ക്ക് അപ്പുറമായിട്ട് കുറച്ച് ചാണക്യ ബുദ്ധി ഉണ്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അതായത് 2 ഇതേ ഉള്ളൂ. ഒന്ന് ടക്കെന്ന് പിറ്റേ ദിവസം കയറി പോരും. അത് ഒരു 1-2 വീക്സ് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കണം, നമുക്ക് വേറെ പണിക്ക് പോവാം. ആള് കഴിഞ്ഞ് വരത്തുള്ളൂ, കൺഫേം ആണ്. ഓണസദ്യയിൽ ലിയോൺ ചൂസ് ചെയ്യാൻ സാധ്യത ഇല്ലാത്ത ഒരു പായസം, നമ്മുടെ ജോസ്മോൻ സെലക്ട് ചെയ്യാത്ത ഒരു പായസം ഏതാണ്? ജോസ്മോൻ ഇഷ്ടമല്ലാത്ത പായസം എഴുതി. ജോസ്മോൻ എന്ത് ഫാസ്റ്റാ നോക്കിയേ, ഭയങ്കര പഠിപ്പിസ്റ്റാ. ഇവിടെ അഡ്വക്കേറ്റ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഇത് ഇഷ്ടമാണല്ലോ. ഒറ്റ മിനിറ്റ്, പലതരം പായസം ഉണ്ട്. അത് ഏത് പായസമാണ് ഞാൻ എടുക്കാത്തത്?
എനിക്ക് ഇഷ്ടം എടുക്കാൻ സാധ്യത പായസം. സെക്കൻഡ് എന്തെങ്കിലും പായസം ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? അതെ, പായസം ഉണ്ടാക്കി ആൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന പായസം ആ പായസം തന്നെയാണ് ഞാൻ അയ്യോ പറയാ ചോദിച്ചു മേടിച്ചത്. മതി അഡ്വക്കേറ്റ്. കിട്ടി കിട്ടി. എന്താണ് ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നതും അവൾ എടുക്കാൻ ചാൻസ് ഇല്ലാത്തതും. എന്താ ജോസ്മോൻ ആൻസർ പറഞ്ഞു കൊടുക്കണേ? അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ആ ഒരു ക്ലൂ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കട്ടെ എന്താണ്. പാലട. അത് പണിഷ്മെന്റ് കൊടുക്കാതെ അതിന് വേണേ എഴുതിയേ കടലപ്പരിപ്പ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറെന്തോ എഴുതി. ഇല്ല, രണ്ടാമത് എഴുതിയില്ല. ആദ്യം കടലപ്പരിപ്പ് എഴുതി വെച്ചു. അപ്പൊ ആണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഞാൻ ചിന്തിച്ചു. അപ്പൊ നമ്മൾ ടാസ്ക് ഉണ്ട്. ടാസ്ക് കൊടുക്കുകയാണ്. ഒരു നല്ലൊരു റൊമാൻറ്റിക് പാട്ട് ലിയോണിനെ നോക്കി പാടിക്കോളൂ. ഞാനോ? അയ്യോ അത് സോറി, പാട്ട് പാടാൻ എനിക്കറിയില്ല. അത് സാരമില്ല, ടാസ്ക് ആണ്. അപ്പൊ കുട്ടാ കാര്യങ്ങൾ ഡീൽ ചെയ്തോളൂ. വല്ല അറിയോ? വിജിത്തിനെ നോക്കിട്ടല്ല പാടേണ്ടത്, ജോസ്മോനെ നോക്കിട്ട് പാടണം. നമ്മുടെ പാവം വിജിത്ത് എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ എന്റെ കാലിലെ കാണാ പാദസരം നീയല്ലേ, എന്റെ കാലിലെ കാണാ കൺമണി നീ, ആർക്കറിയാം കൺമണി നീയല്ലേ. അയ്യോ സൂപ്പർ സൂപ്പർ സൂപ്പർ. തിരിച്ചു പാടും. തിരിച്ചു പാടുന്ന ചിരിച്ചു മടുത്തോ? അങ്ങനെ ഒരു സംഭവം ആയിരിക്കൂല. ഇപ്പോഴും തെറ്റിച്ചല്ലേ പാടിയത്. പെങ്ങളുടെ കുട്ടി അതിന് 5 വയസ്സേ ഉള്ളൂ, 6 വയസ്സ് പറഞ്ഞു കൊടുക്ക. ഇന്നലെ പറഞ്ഞു അങ്ങനല്ല ചേച്ചി, ഇങ്ങനെ ആന്റി എന്ന് പറഞ്ഞു. ചേച്ചി ഇതൊന്നല്ല അവള് വിളിക്കണേ. പിന്നെ അവളുടെ കൂടെ കളിക്കുന്നയാളെ പിന്നെ അവള് അങ്ങനെയല്ലേ മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞു തരാം, നീ അതൊന്ന് മനസ്സിലാക്കി. ഇന്നലെ പൈകക്ക് പോയപ്പോ പുള്ളിക്കാരി ഉണ്ട്. ഞാൻ പറഞ്ഞേ പറഞ്ഞ സംഭവമാണ്, മൂത്തോരെ ബഹുമാനിക്കാൻ പഠിക്കുന്നു. ഞാൻ പറയല്ലേ മോളെ, നമുക്ക് അങ്ങനെയൊക്കെ കളിച്ചാലോ. എടി നീ ഒന്ന് അടങ്ങിയിരിക്കും, മൂത്തോരെയൊക്കെ ഒന്ന് ബഹുമാനിച്ച് മിണ്ടാതിരിക്കാൻ എന്നോട്. ആ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 10. അപ്പൊ അവള് ഇപ്പോഴും സ്റ്റെഫിനെ ഒരു 8 വയസ്സോ 6 വയസ്സോ കാണുന്നുള്ളൂ. എന്റെ ദൈവമേ, സ്റ്റെഫി എങ്ങനെ പോയി കേസ് വാദിക്കും? അവിടെ ഞാൻ വേറെ ആളാണല്ലേ? അമ്പിയും റമോ ഒക്കെ ചെയ്യുള്ളൂ ആണല്ലേ എല്ലാ സംഭവം. ഓക്കെ ശരി, അടുത്ത ചോദ്യം. ലിയോൺ ഒരു രീതിയിലും ക്ലൂ കൊടുക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾ 2 പേരും കൂടി കാറിൽ പോകുമ്പോൾ പുറത്തു നിന്നും ഒരാൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കാശ് തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്റ്റെഫി എത്ര രൂപയായിരിക്കും കൊടുക്കുക? അതറിഞ്ഞിട്ട് വേണം ഇനി അപ്പക്കുട്ടനും അതേപോലെ പൈസ കൊടുക്കാൻ. അതിന് ക്യാഷ് അല്ലല്ലോ എഴുതേണ്ടത്, കൊടുക്കോ കൊടുക്കൂലെന്ന് എഴുതിയാ പോലെ. അല്ല, എത്ര രൂപ ഇപ്പൊ കൊടുക്കുന്നു കൂട്ടിക്കോ, അല്ലെങ്കിൽ കൊടുക്കില്ലെങ്കിൽ കൊടുക്കില്ല. അല്ല, അതിനകത്തുള്ള ആൻസർ കറക്റ്റ് അതല്ലേ, കൊടുക്കണം എന്നുള്ളതല്ലേ ആൻസർ, അല്ലെങ്കിൽ കൊടുക്കൂല എന്നുള്ളതല്ലേ. അല്ല, നമ്മൾ എത്ര രൂപ കൊടുക്കും. അപ്പൊ അത് നിങ്ങൾ ഓപ്ഷൻ പറയണം, എത്ര രൂപ എന്നുള്ളത്. അയ്യോ, അത് അങ്ങനെ നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ കൊടുക്കുന്ന ആളാണ് എന്ന് വിചാരിക്ക്. അപ്പൊ ഇപ്പൊ അത് നമുക്ക് 2 പേർക്കും തെറ്റി പോകും, ഉറപ്പാണ്. ഭക്ഷണം കഴിക്കാനല്ലോ ഒരാൾ ഭക്ഷണത്തിനാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഭക്ഷണത്തിന് നിങ്ങൾ കാണുന്ന എമൗണ്ട് എത്രയെന്ന് പറ. അല്ല, അങ്ങനല്ല. ഇപ്പൊ 100 റുപ്പീസ് ആണോ അല്ലെ, കൊടുക്കോ കൊടുക്കൂലേ എന്നുള്ളത് ഞാൻ ഒരു ഉത്തരം എഴുതുന്നുണ്ട്. ആ ഉത്തരം സ്റ്റെഫി എത്ര രൂപയായിരിക്കും കൊടുക്കാന്നാണ് ജോസ്മോൻ എഴുതേണ്ടത്. ഞാൻ എഴുതി കഴിഞ്ഞു. അതെ, ആദ്യമായിട്ടാണ് കുട്ടി ആദ്യം എഴുതി കഴിഞ്ഞത്. ഞാൻ ഓപ്പോസിറ്റ് ആയി കഴിയാൻ പോണത്. അല്ല, അതിനകത്ത് ആ ചോദ്യത്തിലൊരു ആൻസർ എഴുതിക്കുമ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അതിനകത്തൊരു ആംബിക്വിറ്റി കിടപ്പുണ്ട്. നോക്കാം നമുക്ക്. ഈശ്വര, ഇത് എന്തെഴുത? ഒരു രൂപ എത്ര രൂപയാന്ന് എഴുതിയാ മതി. ഭക്ഷണത്തിന് ആവശ്യമായ പണം. ഓക്കെ, കൊടുക്കും 100 രൂപ. അപ്പൊ ഭക്ഷണത്തിന് ആവശ്യം ഇപ്പൊ എങ്ങനെയാ? ഒരു മനുഷ്യൻ വന്ന് രാവിലെ ഭക്ഷണം ചോദിക്കും. അതാ ചോദ്യത്തിലെ പ്രശ്നമുണ്ട്. അവന് ബിരിയാണിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഉച്ചക്കാവും ബിരിയാണി. അപ്പം അടുത്ത സംഭവം എന്ന് പറയാൻ, നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ട്, സ്റ്റെഫിന്റെ 1000 രൂപ ഉണ്ട്. ഒരാൾ ഭക്ഷണം കഴിക്കാൻ ചോദിച്ചാൽ സ്റ്റെഫി എത്ര കൊടുക്കും? ഉറപ്പായിട്ടും ഞാൻ പറയാം 100 രൂപ. ഞാൻ കണ്ടുണ്ടേ ഉണ്ട്. ഞാനാണെങ്കിൽ അതിന് മോളി കൊടുക്കും. അതുകൊണ്ട് സമ്മതിക്കത്തില്ല. സത്യം, ഞാൻ നടന്ന സംഭവങ്ങളാണ്. ഭക്ഷണം കഴിക്കുന്ന ഞങ്ങളത് എല്ലാവർക്കും ഭക്ഷണത്തിന് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ ഇതായി വിടാറില്ല, കൊടുക്കാറേ. കാര്യത്തിൽ മാത്രം വെരി സ്ട്രിക്റ്റ്, ഒരു കോംപ്രമൈസ് ഇല്ല.
അപ്പൊ വാങ്ങിച്ചു കൊടുക്കാനും ഇഷ്ടമാണ്, കൊണ്ടുപോയി കൊടുക്കാൻ. ഷൂട്ട് കഴിഞ്ഞ പാടെ നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാൻ പോവാ, നമുക്ക് പോവാം, എവിടെ വേണമെങ്കിലും പോവാം, എല്ലാവർക്കും കൂടെ ഒറ്റ കുഴപ്പമില്ല. റെഡി. ശരി, അടുത്ത ചോദ്യം. ദാസേട്ടൻ പാടിയ പാട്ടുകളിൽ ഏതാണ് ലിയോണിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഒരു മിനിറ്റ്, ഏത് ദാസേട്ടൻ? ഞാൻ പറയാം, ഞാൻ വേറെ വലിയ സംഭവം മാനസ വീണെന്ന സീൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്രീൻ ടെസ്റ്റ്. അപ്പൊ സ്ക്രീൻ ടെസ്റ്റ് ഞാനുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ പിന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി വരാണ്, ഒരു ഷോട്ട് എടുക്കുന്നു. സ്റ്റെയർ കേസ് ഇറങ്ങി വന്നു, ഒരു സാരി കൊടുത്ത് ചിരിച്ചിരി ഇറങ്ങി വരുന്നു. ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴത്തേക്കിന് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു, പൊങ്ങരുത്, ഒരു കാര്യം പറയട്ടെ. എന്താ? എന്നെ കണ്ടിട്ട് പറയണം, ഞാൻ പൊങ്ങരുത്, ഒരു കാര്യം പറയട്ടെ. ഡിറ്റോ കസ്തൂരി, പഴയ കസ്തൂരിയില്ലേ, കസ്തൂരി തന്നെ. ഏത് കസ്തൂരി? ഇത് അറിഞ്ഞിട്ടോട്ടെ പൊങ്ങാനാ, ഏത് കസ്തൂരി? നമുക്കറിയാം, നമ്മള് കസ്തൂരി നോക്കിക്കൊണ്ടിരിക്കുകയാണോ? മോഹൻലാലോ മമ്മൂട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. അറ്റ്ലീസ്റ്റ് ഷാറുഖ് ഖാനൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. ഇത് കസ്തൂരി അവരെ കളിയാക്കി പറയുന്നല്ലേ, നാളെ അങ്ങനെ വന്ന് എന്റെ ഇതോട്ട് വരരുത്. എനിക്ക് അറിയത്തില്ലായിരുന്നു അന്ന്. അതൊക്കെ എനിക്കറിയാം. ദാസേട്ടൻ പാടിയ ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടം? ആർക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ് പുതിയ പാട്ടാണ് ലിയോണിന് കൂടുതൽ ഇഷ്ടം. ജോസ്മോന്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ് എഴുതണ്ടേ? ഞാൻ എഴുതണോ? പിന്നെ ജോസ്മോൻ ഇഷ്ടമുള്ള പാട്ട്, ജോസ്മോൻ ആകെ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാന്ന് എനിക്കറിയാം. അത് ഞാൻ അങ്ങ് എഴുതി വെക്കും. ദാസേട്ടൻ പാടിയതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവമേ, എനിക്കും ദാസേട്ടൻ പാടാൻ തോന്നുന്നു. നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ശരി, ജോസ്മോൻ ഇഷ്ടമുള്ള പാട്ട് നീർമിഴിപ്പീലിയിൽ. ഇത് എപ്പോഴും പാടാറുണ്ടോ ലിയോൺ? പാടാറൊന്നുമില്ല, ഞാൻ കേൾക്കാറുണ്ട്. കേൾക്കാറല്ല, പാടാറുണ്ട് കേട്ടോ. പാടാതെന്നോണോ പറയുന്ന പാടാറുണ്ട്. അപ്പൊ എന്നാ ലിയോൺ പഠിക്കാൻ കേക്കട്ടെ. പഠിക്കാൻ കേക്കട്ടെ. പാടൂ. മഹത്തായ ഒരു വ്യക്തി പാടി നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഞങ്ങൾ ആ രീതിയിൽ അതല്ല, ഒരു മിനിറ്റ്, നേരത്തെ ഉണ്ടല്ലോ ഞാനൊന്ന് പാടണോന്ന് പറഞ്ഞപ്പോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോ? ഇല്ലല്ലോ. എന്തായിരുന്നു? ഇതും കോമഡി പാടിക്കോ? പാടിക്കോ? നേരത്തെ നല്ല ഞാനത് ശ്രദ്ധിച്ചു. ഞാൻ ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴും അയ്യോ എന്തൊരു നോട്ടായിരുന്നു എന്നെ. നല്ല നോട്ട. പാടിക്കോട്ടോ, പാടിക്കോ. ആ പാട്ട് വർണ്ണം ഒരു വർണ്ണവും ഇല്ല, അങ്ങോട്ട് പാടിക്കോ. പാടിക്കോ, രണ്ടുപേരും പാടിയാ മതി. തുടക്കം ഇട്ട് പാടി. എനിക്ക് ഞാൻ പാടും, എനിക്ക് പാട്ടറിയാത്തോണ്ട് എന്താ എന്ത് പാടുന്നതിന്. പാടിക്കോ. നീർമിഴിപ്പീലി പാടിക്കോ. അങ്ങല്ല. നീർമിഴിപ്പീലി നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു, അമ്മോ കണ്ണു നീ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു അന്യനെ പോലെ. ഇന്നലെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പാടാൻ പറ്റും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ അറിയാവുന്ന എന്റെ പാടത്തിലെ പാട്ട് പോലും കാണാൻ അറിയത്തില്ല. പക്ഷേ ഇത് ഫുള്ളായിട്ട് അറിയാം. അങ്ങനെ ഇത് പാടാൻ അറിയാന്നല്ല, എനിക്ക് അങ്ങനെ പാടാനുള്ള എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ എന്റെ സ്റ്റുഡിയോയില് സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു ആ കരോക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ ഒന്ന് പാട്ട് ആരുമില്ല സ്റ്റുഡിയോയിലെ സാധനം അത് ചേട്ടൻ പാടിക്കാൻ പറഞ്ഞു. കരോക്കെ ഇട്ട് ഞാൻ പാട്ട് തുടങ്ങി. കറക്റ്റായിട്ട് പാടുന്നു. കുറെ കഴിഞ്ഞിട്ട് എന്റെ പാട്ട് തീർന്നു, കരോക്കെ തീർന്നില്ല. താളം പാട്ട് വീണു. ഞാൻ എന്താ ആ കൂടെ പോണം, ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ച് പോകണ്ടായിരുന്നു. എന്റെ ലിറിക്സ് എല്ലാം തീർന്നു, പുള്ളിയും പാടി, കരോക്കെ വീണ്ടും പോയി. അപ്പൊ അത്രയ്ക്ക് താളബോധമുള്ള. എന്താണേലും എനിക്ക് ഒരു ചെറിയൊരു പണി അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, ശരി, അടുത്ത ചോദ്യം. ഞാൻ പാടുമ്പോഴേ ആ മുഖത്തെ എക്സ്പ്രഷൻ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചു. മോനെ മഞ്ഞുമലെത്തുന്നോ കേട്ടോ. സ്റ്റെഫിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തെന്ന് ഞാൻ ചോദിച്ചാൽ സ്റ്റെഫി എന്താവും പറയുക? ഞാനിപ്പോ സ്റ്റെഫിയുടെ അടുത്ത് ചോദിക്കാന്ന് വെച്ചു, സ്റ്റെഫിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? അപ്പൊ സ്റ്റെഫി പലരോടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആണല്ലേ, എനിക്ക് ഉത്തരം മനസ്സിലായി. എന്താണ്? പിന്നെ ലിയോൺ ജോസ്മോൻ എന്നാണ് എഴുതിയേക്കുന്നത്. ലിയോൺ കണ്ടോ, ജോസ്മോൻ ഞാൻ പറഞ്ഞു. കറക്റ്റ്, അത് തന്നെയാണ് ഈ സൗന്ദര്യത്തിന്റെ പിന്നിലത്തെ രഹസ്യം. കാരണം സ്റ്റെഫി ചോദിക്കും എങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അന്നത്തെ പോലെ നിന്നിരിക്കണം. ഇപ്പൊ ഇവിടെ പറഞ്ഞേ സത്യം വലിയ ടോപ്പായ ഒരാളുടെ പറഞ്ഞു കൂടുതൽ അറിയണമെങ്കിൽ നമ്പർ തരാം, 9847 നമ്പർ കൊടുത്തു. ആരുടെ അത്? അവർ വെച്ച് ഡയറ്റീഷ്യൻ പോലെ ആയിരിക്കുന്നു. എന്റെ ഹസ്ബൻഡിനെയാണ് പുള്ളി പറഞ്ഞിരുന്നു. അവരാ പഞ്ചായത്തിൽ ഓടി രക്ഷപ്പെട്ടു. കാരണം വല്ലാണ്ടായി പോയി. ഡയറ്റീഷ്യൻ വിചാരിച്ചു എന്തോ വെച്ചിട്ട് ഇതാരുടെ എന്റെ ഹസ്ബൻഡ് നമ്പർ വിളിച്ചു വെച്ചാൽ പുള്ളി പറഞ്ഞു തരും എന്താ ചെയ്യണ്ടെന്ന്. കറക്റ്റ്.
ഓക്കെ, നിങ്ങൾ തമ്മിൽ വഴക്ക് എങ്ങനെ ശരിക്കും സീരിയസ് ആയിട്ടുള്ള വഴക്കിലേക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഓ ആണോ? എത്ര ദിവസം വരെ? അങ്ങനെ മാസങ്ങൾ? മാസമൊന്നുമല്ല, അത് മാക്സിമം 10 മിനിറ്റ് 15 മിനിറ്റ് ഏറ്റവും ഡ്യൂറേഷൻ ഉള്ള ഒരു വഴക്ക് ഞങ്ങളുടെ 24 hours തോന്നുന്നു. അങ്ങനെ വഴക്ക് ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. ആണോ? സത്യസന്ധമാണ്. ഞാൻ ഇപ്പം എൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിരിപ്പുകൊണ്ടൊക്കെ ഉള്ള സംഭവങ്ങളുള്ളൂ. അല്ലാണ്ടൊരു വഴക്ക് എനിക്ക് പൊതുവേ ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് മാക്സിമം ചിരിക്കാനും കഥകൾ പറയാനും ഒക്കെ എൻ്റെ ആഗ്രഹം. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള സംഭവം വരരുത്. വഴക്ക് ഒന്നിനൊരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു വീട്ടിൽ നിന്ന് നമ്മളെ വിശ്വസിച്ചിറങ്ങി വരുന്ന പെങ്കൊച്ച് അല്ലേ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. സാധാരണ കല്യാണം കഴിച്ചിട്ടാണ് എങ്ങോട്ട് കൊണ്ടുവന്ന പെണ്ണ് അവൻ്റെ വീട്ടിലേക്ക്. എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, അവൻ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും, പിറ്റേ നാട് വീട്ടിൽ കൊണ്ടുപോകട്ടെ. ഇത് അങ്ങനെ പറിച്ച് നടുകയാണ് വേറത്തേക്ക്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കിന് എന്തൊക്കെയാണെങ്കിലും വ്യത്യാസം ഉണ്ടാവും അല്ലേ. എത്ര ലവ് മാരേജ് നടത്തിയാലും അല്ലാണ്ട് രണ്ട് സാഹചര്യം. അപ്പോൾ കൂടുതലും ഞാൻ എല്ലാവരിലും എനിക്ക് ആഗ്രഹം അവർക്ക് സ്പേസ് കൊടുക്കണം. അപ്പം ചില ആൾക്കാരുണ്ട് നിങ്ങൾ ചില ലേഡീസ് ഉണ്ട് ഓപ്പോസിറ്റ് ആയിരിക്കും, ഭയങ്കരമായി അക്രമം ഇങ്ങോട്ട് അയച്ചുവിടാം എന്നുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് എപ്പോഴും ഇത് പറഞ്ഞല്ല, പക്ഷെ അത് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മാക്സിമം പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കാം. എൻ്റെ നല്ല ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രമിക്കണം. എന്ത് നല്ല ഇതാണ് എൻ്റെ സ്റ്റെഫി, ലക്കി യു, ഇങ്ങനെ നല്ലൊരു ആളെ കിട്ടിയല്ലോ. അല്ല എന്നാ വേറെ സംഭവം എന്നെ കൊണ്ട് ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ എനിക്കും ചില കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ പറയാം അത് അങ്ങനെ. ഞാനൊരു മേജർ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ സമയത്ത് ഒരു പട്ടി വട്ടം ചാടിയാണ് എൻ്റെ ഇത് പോയി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ആ സമയത്ത് കൊറോണ സമയത്തൊക്കെ ആയപ്പം ആളൊറ്റയ്ക്കാണ് നോക്കുന്നത്. കാരണം പേരൻസ് ഒന്നും കയറാൻ പാടില്ല. അന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് സമയത്ത് മറ്റേ റൈസ് ട്യൂബൊക്കെ ഇട്ടിട്ട് എൻ്റെ ഒരു സിറ്റുവേഷൻ വേറെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേന് അന്ന് അവിടുത്തെ നഴ്സുമാർ പറഞ്ഞു സമ്മതിക്കണം കേട്ടോ. കാരണം ആളൊറ്റയ്ക്ക് തന്നെ ഫുള്ളും എൻ്റെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പോൾ അതെന്നാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഒരിക്കലും എൻ്റെ ഭാഗത്തൊരു വിഷയം ഉണ്ടാവില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പൊ ഇവിടെ ഒരു സ്പേസ് കൊടുക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട് നീ എന്തിനു സംഭവം എന്നെ ആൾക്ക് ഭയങ്കര ആഗ്രഹമാണ് എയർ ഹോസ്റ്റസ് ആവാൻ വേണ്ടിയിട്ട്. ഭയങ്കര ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് പുള്ളി NCC വരെ പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം പെട്ടെന്ന് അപ്പോൾ ഞാൻ നീ അങ്ങനെ പോയിട്ടുണ്ട്, ഏതായാലും പഞ്ചാബിയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ഗോതമ്പ് ഒന്ന് ജീവിക്കാട്ടോ. കാരണം പഞ്ചാബി സ്കൂളും പൈലറ്റുമാരുള്ളത്. പക്ഷെ അതല്ല, എനിക്ക് അത് താല്പര്യമില്ല. കാരണം അങ്ങനെയാണ് ഇവിടെ ലൈഫും അല്ല. പഞ്ചാബിലൊക്കെ ആയിരുന്നു ഇപ്പം, അല്ലെങ്കിൽ നേവിയിലല്ലേ, നേവി പോകണം, അതൊക്കെയാണ് എയർഫോഴ്സ് ഇതൊക്കെയാണ് പ്ലാൻ. എനിക്ക് ഏറ്റവും മോശപ്പെട്ട ആളെ ഇഷ്ടം ഒരു അലമ്പനായിരിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ ഈ മറ്റേ ഇതില്ലേ ഒരു അലമ്പ് ലുക്ക് തോന്നണം. അല്ല അങ്ങനെ പറഞ്ഞു എന്നിട്ട് മറ്റേ കഞ്ചാവ് അടിച്ച് നടക്കുന്നല്ലേ പറഞ്ഞ്. കാരണം വെച്ചാൽ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക, വളരെ ഇതാണ്. അങ്ങനൊന്നുമില്ല. അല്ല ഞാൻ കാണുന്നത് വളരെ എൻജോയ് ചെയ്ത് വളരെ നല്ല, അവരെ ഞാൻ കളിയാക്കുന്നല്ല കേട്ടോ. ഒരുപാട് ആൾക്കാരെ നമുക്കറിയാലോ, വളരെ എക്സിക്യൂട്ടീവ് ആയിട്ട് പോകുന്നവരൊക്കെ പ്രോപ്പറായിട്ട് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു ക്യാരക്ടർ ഉണ്ടാവും. ഓപ്പൺ ആയിരിക്കില്ല അവരൊന്നും. വളരെ കാണുമ്പോൾ നമുക്ക് വാവ് വെൽ പേഴ്സണാലിറ്റി, വാവ് എന്താ ഇത് നല്ല സൂപ്പറാന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ചെകഞ്ഞു പോകുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ അറിയാൻ. ഞാൻ ഫാമിലി കോർട്ടിലിരിക്കുന്ന സമയത്ത് കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കും, ഫാമിലി കൗൺസിൽ. അപ്പൊ അവരൊക്കെ ഓരോരോ ഇഷ്യൂസും ഓരോരോ കേസുകളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പം അതിനകത്ത് ഉണ്ടാവുന്ന ഡിഫറൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ സ്വർഗത്തിലായിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും, ഒരുപാട് പേരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ലിയോ ചാനലിൽ ഞാൻ കണ്ടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓപ്പൺ ആണ്. ഇപ്പൊ ഇന്ന് ഞാൻ ഒരു കാര്യം എടി ഞാൻ എന്നെ ചെയ്യുന്നുണ്ടെന്ന് പറയും, ആ ഓപ്പൺ ആയിട്ട് പറയുന്നത് തന്നെ ഒരു വലിയൊരു പ്ലസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നെഗറ്റീവ് ഉണ്ടാവാം, ഇല്ലാണ്ടിരിക്കില്ല. ഇപ്പൊ എന്റെ കാഴ്ചയിൽ എല്ലാം സൂപ്പർ ആയിരിക്കും, പക്ഷെ മറ്റുള്ളവർ ഇതിൽ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇതാണ് ഞാൻ കാണുന്നത്. എന്തും ഓപ്പൺ ആയിട്ട് പറയും, എന്ത് കാര്യങ്ങളും. ഇപ്പൊ ഞാൻ എന്നെ ചെയ്ത ഞാൻ 2 അടിക്കണം, 2 അടിച്ചടി എന്ന് പറയും. അതിനകത്തൊരു കള്ളത്തരൊന്നുമില്ല. ഞാൻ ഒരാളെ പണ്ട് ഞാൻ അയാളെ തപ്പി നടക്കട്ടോ, എനിക്ക് എവിടെ നിന്ന് കാണണം. പണ്ട് മറ്റേ കാലിക്കറ്റിലൊരു ഫെഡറൽ ബാങ്കിന്റെ മാനേജർ, ഇവിടെ അക്കൗണ്ട് ഉണ്ട് പുള്ളിക്കാരത്തേക്ക്. അപ്പൊ പുള്ളി എനിക്കറിയത്തില്ല, എനിക്ക് ഇന്നും അറിയത്തില്ല. സ്റ്റെഫി കഴിക്കാൻ പോകണം പുള്ളി വുഡ് ബി ആള് ശരിയില്ല കേട്ടോ. സ്റ്റെഫി അതെന്താ ആള് കള്ളല്ലേ, കള്ള കള്ളൊന്നും പുള്ളി കുടിക്കത്തില്ലല്ലോ. ആരെ പറഞ്ഞു പുള്ളി കള്ളൊക്കെ കുടിക്കും? കള്ളൊന്നുമല്ല ചേട്ടാ കുടിക്കുന്നത്, അതിന് ബ്രാൻഡിന്നാ വരുന്നത്. കാരണം പുള്ളിക്കാരൻ പറയുമ്പോ ആൾ അങ്ങോട്ട് പറയാനുള്ള കാരണം മറ്റൊരാള് പറഞ്ഞ് എനിക്ക് അറിയാൻ പാടില്ല, ഇന്നയാള് പറഞ്ഞല്ലോ എന്ന്. നാളെ സുപ്രാത് എന്തായാലും ഞാൻ കാണിക്കുന്ന എല്ലാ കുരുത്തക്കേടും അറിയും എന്ന പൂർണ്ണ ബോധ്യം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ എല്ലാ കാര്യം പറയും. കാരണം മറിച്ച് ഇപ്പൊ എന്റെ അവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഒക്കേഷൻ കഴിക്കുകയാണെങ്കിൽ അന്ന് വീട്ടിൽ പോകത്തില്ല. ഇന്നും ആ പാവപ്പെട്ട വീണ് വിചാരിച്ചിരിക്കുന്നത് ഇവൻ അന്ന് വീട്ടിൽ പോകും, തിരക്കാണ്, സ്വിച്ച് ഓഫ് ചെയ്ത് ഒരൊറ്റ ഉറക്കം, പിറ്റേന്ന് കേട്ടോ പറയും പോകും. പക്ഷെ ഞാൻ പറഞ്ഞ അത് എന്തിനാണ്, അത് നമുക്കൊരു കുറ്റബോധം തോന്നുന്നു, അടിച്ച കഴിച്ചെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും, അത്രേ ഉള്ളൂ.
അതെ, നമ്മൾ നമ്മുടെ ഫേക്ക് ആയിട്ട് വെക്കാതെ നമ്മൾ എന്താണോ നമ്മള് അത് അങ്ങനെ തന്നെ മാക്സിമം ഓപ്പൺ ആക്കാൻ നിന്നാൽ അത്രയും നമ്മുടെ റിലേഷൻ സ്ട്രോങ് ആയിട്ട് ഇതായിട്ട് പോവുള്ളൂ. ജെന്യൂൻ ആവുക. പലയിടത്തും നമ്മൾ സംസാരിക്കുമ്പോൾ പല മീറ്റിംഗിലും ഒക്കെ ഞാൻ പറയാറുള്ള കാര്യങ്ങളാണ്. പലയിടത്തും ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. നമ്മൾ ഓപ്പൺ ആവണം. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓണമേളം 2024 നിങ്ങൾ കണ്ട സുന്ദരിയും സുന്ദരനും ഇതായിരുന്നു. നല്ല രസമായിരുന്നു നിങ്ങളുടെ കൂടെ സംസാരിച്ചിരിക്കാനായിട്ട്. ഒരുപാട് എന്താ പറയാ, കുറെ കുട്ടിക്കളികളൊക്കെ ആയിട്ടുള്ള സ്റ്റെഫിയും അതിന്റെ ഒപ്പം തന്നെ വാതോരാതെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു ലിയോണും. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ കാര്യങ്ങളും ഇതെല്ലാം ഷൂട്ടും വർക്കും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പോകട്ടെ. പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം. താങ്ക് യു.